ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം, തവായിഫ്, ഖാനിജ് ബിദേശ് ഇന്ത്യ ലിമിറ്റഡ്, പ്ലേസസ് ന്യൂസ് ആയിട്ട് ബഗ്ലാൻ പ്രൊവിൻസ്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിനെ കുറിച്ചാണ്. ഈ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 10 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അതിർത്തി മേഖലകളിലുള്ള റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പെർ കിലോമീറ്റർ 2 കോടി രൂപ വരെ മാറ്റിവെക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ റീസെൻ്റ്ലി 2022-23 ബഡ്ജറ്റിൻ്റെ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ നോർത്തേൺ ബോർഡേഴ്സിലുള്ള, അതായത് ചൈനയുമായിട്ടുള്ള അതിർത്തി മേഖലകളിലുള്ള സെലക്റ്റഡ് വില്ലേജസിൻ്റെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ആ വില്ലേജുകളിലെ ടോട്ടലായിട്ടുള്ള ലിവ്ലിഹുഡ് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ജീവിത നിലവാരം മൊത്തത്തിൽ ഉയർത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് നടപ്പിലാക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ അതിർത്തി സംസ്ഥാനങ്ങളിലാണ് നടപ്പിലാക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, സിക്കിം, ഉത്തരാഖണ്ഡ്, അതുപോലെ ലഡാക്ക് യൂണിയൻ ടെറിട്ടറി എന്നീ സ്ഥലങ്ങളിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത് ഇവരുടെ ലിവിങ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഒന്ന് കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. അതായത് അവരുടെ ലിവ്ലിഹുഡ് ജനറേഷന് വേണ്ടിയിട്ട്, അതായത് കൂടുതൽ തൊഴിലുകൾ കണ്ടെത്തുക, അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ടൂറിസം, അതുപോലെ തന്നെ കൾച്ചറൽ ഹെറിറ്റേജ്, സ്കിൽ ഡെവലപ്മെൻറ്റ്, എൻ്റർപ്രണർഷിപ്പ്, അതുപോലെ ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് അതിനകത്ത് അഗ്രികൾച്ചറൽ, ഹോർട്ടിക്കൾച്ചർ, കൾട്ടിവേഷൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ്, ഹെർബ്സ് എക്സെട്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, ഈ മേഖലകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളുടെ ലിവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് അവിടെ ലിവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യം. രണ്ടാമതായിട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആളുകളുടെ അവിടുത്തെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണമെങ്കിൽ ആളുകളുടെ സാമ്പത്തികമായിട്ടുള്ള നില മെച്ചപ്പെട്ടാൽ മാത്രമല്ല, അല്ലെങ്കിൽ അത് മെച്ചപ്പെടണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക്, ഇപ്പോൾ നമുക്കറിയാം ഈ നോർത്തേൺ പ്രദേശങ്ങളിലുള്ള അല്ലെങ്കിൽ നോർത്തേൺ ബോർഡർ റീജിയൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഹിമാലയൻ റീജിയൻ ആണ്. ഹൈലി മൗണ്ടൈനസ് ആയിട്ടുള്ള ടെറൈൻ ആണ്. അപ്പോൾ കണക്ടിവിറ്റി ഒരു ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോഡ് കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുക, അതായത് ഈ പ്രദേശങ്ങളിലുള്ള അൺകണക്റ്റഡ് ആയിട്ടുള്ള വില്ലേജസ്, അങ്ങനെയുള്ള വില്ലേജസിലേക്ക് റോഡ് കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഹൗസിങ്, അതുപോലെ തന്നെ മറ്റുള്ള വില്ലേജ് ഇൻഫ്രാസ്ട്രക്ചർ, എനർജി ഇൻഫ്രാസ്ട്രക്ചർ. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി, അതുപോലെ തന്നെ ആളുകൾക്ക് ടെലിവിഷൻ സെറ്റുകൾ, ടെലികോം കണക്ടിവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഈ പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ ബേസിക്കലി ഈ പദ്ധതിയിലൂടെ ഇത്തരത്തിൽ ഈ അതിർത്തി മേഖലകളിലുള്ള ഗ്രാമങ്ങളിലുള്ള ആളുകളുടെ ജീവിത നിലവാരം എന്തിന് ഇത്രയധികം പണം മുടക്കി മെച്ചപ്പെടുത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രദേശങ്ങളിലുള്ള ആളുകൾ അവിടുത്തെ ജീവിത നിലവാരം മോശമായതുകൊണ്ട് ആ പ്രദേശങ്ങൾ വിട്ട് മറ്റുള്ള ദേശങ്ങളിലേക്ക് മാറി താമസിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിൽ ആൾ താമസമില്ലാതായിട്ട് മാറും. അപ്പോൾ നമുക്കറിയാം നോർത്തേൺ ബോർഡറിലുള്ള ഇഷ്യൂസ് അറിയാം. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഇവിടെയുള്ള ജനങ്ങൾ അവിടെ തന്നെ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ ഇൻസെൻറ്റിവൈസ് ചെയ്യുക, അതായത് ആ ഗ്രാമം വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ ഓവറോൾ ലക്ഷ്യം വെക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു വൈബ്രന്റ് വില്ലേജ് ആക്ഷൻ പ്ലാന്, അതായത് വില്ലേജുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അവിടുത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി തയ്യാറാക്കും എന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് തവായിഫ് എന്ന് പറയുന്നതാണ്. തവായിഫ് എന്ന് പറയുന്നത് ബേസിക്കലി മുഗൾ കോർട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാൻസേഴ്സിനൊക്കെ വിളിക്കുന്ന പേരാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സഞ്ജയ് ലീല ബൻസാലിയുടെ പുതിയൊരു സീരീസ് ഹീരാമണ്ഡി എന്നുള്ള പേരിൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 8 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. തവായിഫ് എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കോർട്ടസാൻസ്, ഡാൻസിങ് ഗേൾസ്, അല്ലെങ്കിൽ ഫീമെയിൽ എൻ്റർടൈനേഴ്സ്, ഇവരെയൊക്കെ വിളിക്കുന്ന പേരാണ് തവായിഫ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനകത്ത് എസ്പെഷ്യലി മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവിടുത്തെ രാജസദസ്സുകളിലൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കൊട്ടാരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ആളുകളെയാണ് തവായിഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മുഗൾസിന്റെ പ്രതാപകാലം അവസാനിച്ച് ഇവിടെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം നിലവിൽ വന്നതോടുകൂടി ഈ പറയുന്ന തവായിഫുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും ജോലി നഷ്ടപ്പെട്ടു. അവർ മിക്ക ആളുകളും പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് തിരിയേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു, ഈ ഓപ്പർച്യൂണിറ്റീസ് കുറവായതുകൊണ്ട്. ഇത് പ്രധാനമായിട്ടും ഈ തവായിഫുകൾ ഉണ്ടായിരുന്നത് ഈ ലാഹോറിനകത്തുള്ള ഒരു ഫോർട്ടഡ് സിറ്റി ഉണ്ട്, ഒരു വോൾഡ് സിറ്റി ഉണ്ട്, അതിനകത്തൊക്കെ ആയിരുന്നാണ്
പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി മുഗൾ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണെന്ന് മനസ്സിലാക്കുക. എസ്പെഷ്യലി ഒരു 16-ാം നൂറ്റാണ്ട് തൊട്ടാണ് ഇവർ വളരെ പ്രധാനമായിട്ടും ജീവിച്ചിരുന്നത് എന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവർ ഈ ബ്രിട്ടീഷുകാരുടെ സമയത്ത് വലിയ രീതിയിലുള്ള ആന്റി ബ്രിട്ടീഷ് ആക്ടിവിറ്റീസിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വിഭാഗമാണ് തവായിഫുകൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇവർ ജീവിച്ചിരുന്ന ബിൽഡിങ്ങുകൾ അറിയപ്പെടുന്നത് കൊത്താസ് എന്നുള്ള പേരിലാണ്. അപ്പോൾ ഈ കൊത്തകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആന്റി ബ്രിട്ടീഷ് ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ മീറ്റിംഗ് ഏരിയാസ് ആയിട്ട് പലപ്പോഴും വർക്ക് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഖാനിജ് ബിദേശ് ഇന്ത്യ ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ KBIL ആണ്. സോ ഈ ഖാനിജ് ബിദേശ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പോൾ അവർ ഓസ്ട്രേലിയയിൽ ലിത്തിയം അസറ്റുകൾ അല്ലെങ്കിൽ ലിത്തിയം ബ്ലോക്കുകൾ അക്വയർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത ഇന്നലത്തെ ഹിന്ദുവിൻ്റെ പേജ് 10 വന്നിട്ടുണ്ടായിരുന്നു. ആ കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഖാനിജ് ബിദേശ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ KABIL എന്ന് പറയുന്നത് ഇതൊരു ജോയിന്റ് വെഞ്ചർ കമ്പനിയാണ്. അതായത് നിലവിലുള്ള ഒരു 3 പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനിയാണ്. അതായത് നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ് അല്ലെങ്കിൽ നാൽക്കോ, ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് HCL, മിനറൽ എക്സ്പ്ലോറേഷൻ കമ്പനി ലിമിറ്റഡ് എന്നീ 3 പബ്ലിക് സെക്ടർ കമ്പനീസ് ചേർന്നുകൊണ്ട് 2019 ഫോം ചെയ്തിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചറാണ് ഖാനിജ് ബിദേശ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഈ കമ്പനിയുടെ ഒരു ലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് സ്ട്രാറ്റജിക് മിനറൽസ്, സ്ട്രാറ്റജിക് മിനറൽസിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ അക്വയർ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, അതുപോലെ തന്നെ ഇതിൻ്റെ കൊമേഴ്ഷ്യൽ യൂസ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഇത് ഈ ബിദേശ് എന്നുള്ള പേരുള്ളതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക, ഓവർസീസ് ലൊക്കേഷൻസിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ സപ്ലൈ ഇന്ത്യയിലേക്ക് ഈ തരത്തിൽ ഉറപ്പുവരുത്തലാണ് ഈ കമ്പനിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓവർസീസ് ടെറിട്ടറീസിലുള്ള സ്ട്രാറ്റജിക് മിനറൽസിനെ ഐഡന്റിഫൈ ചെയ്യുക, അത് അക്വയർ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, അതിൻ്റെ കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ട് അത് തയ്യാറാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഐഡന്റിഫൈയിങ് ആൻഡ് സോഴ്സിങ് ഓഫ് ബാറ്ററി മിനറൽസ് ആണ്. ഇപ്പോൾ നമ്മൾ സ്ട്രാറ്റജിക് മിനറൽസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും ഈ ലിത്തിയം അയൺ ബാറ്ററിയിൽ വരുന്ന ബാറ്ററി മിനറൽസ് ആണ്, ലൈക്ക് ലിത്തിയം, കോബാൾട്ട് ഒക്കെയാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലും അർജന്റീനയിലൊക്കെ ഇവർ ഓൾറെഡി ഇത്തരത്തിലുള്ള മെറ്റൽസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മിനറൽസിന് വേണ്ടിയിട്ട് അവിടെയുള്ള ലോക്കൽ കമ്പനീസുമായിട്ട് ഓൾറെഡി എൻഗേജ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഇത് കൂടാതെ ഇവർ ആദ്യമായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി അർജന്റീനയിൽ ഇത്തരത്തിലുള്ള ഓവർസീസ് ബ്ലോക്കുകൾ, ഇത്തരത്തിലുള്ള മിനറൽ ബ്ലോക്കുകൾ സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കറിയാം ഈ സ്ട്രാറ്റജിക് മിനറൽസിൻ്റെ അല്ലെങ്കിൽ റെയർ എർത്ത് മിനറൽസിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലയർ എന്ന് പറയുന്നത് ചൈനീസ് കമ്പനീസാണ് അല്ലെങ്കിൽ ചൈനയാണ്. അപ്പോൾ ചൈനയുടെ മുകളിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പെൻഡൻസി കുറക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വർഷം തുടക്കത്തിൽ ഒരു 5 ലിത്തിയം ബ്രൈൻ ബ്ലോക്കുകൾ അർജന്റീനയിൽ ഇന്ത്യ അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ന്യൂസ് ആണ്. പ്ലേസസ് ന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാഗ്ലാൻ പ്രൊവിൻസ് ആണ്. സോ ഈ ബാഗ്ലാൻ പ്രൊവിൻസ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലുള്ള 34 പ്രൊവിൻസസ് ഉണ്ട്. ആ പ്രൊവിൻസസിൽ ഒന്നാണ് ഈ ബാഗ്ലാൻ പ്രൊവിൻസ് എന്ന് പറയുന്നത്. സോ ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അഫ്ഗാനിസ്ഥാൻ്റെ ഏകദേശം നോർത്തേൺ റീജിയനിലായിട്ടാണ്, ഈ താജിക്കിസ്ഥാൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അഫ്ഗാനിസ്ഥാൻ്റെ നോർത്തേൺ സൈഡിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കുക. ഇനി ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു പുലി കുമ്രി എന്ന് പറയുന്നതാണ് ഇവരുടെ ക്യാപിറ്റൽ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ ബഗ്ലാൻ എന്നുള്ള പേരിൽ 2 ടൗണുകൾ അല്ലെങ്കിൽ 2 സിറ്റീസ് ഈ പറയുന്ന ബഗ്ലാൻ പ്രൊവിൻസിനകത്തുണ്ട്. ഇനി ഈ ബഗ്ലാൻ പ്രൊവിൻസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബേസിക്കലി ബഗ്ലാൻ പ്രൊവിൻസിന് മാത്രമല്ല, ഈ ഒരു നോർത്തേൺ അഫ്ഗാനിസ്ഥാനിലുള്ള പ്രൊവിൻസസിന്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി അവിടുത്തെ മെജോറിറ്റി പോപ്പുലേഷനായിട്ട് ആളുകൾ കണക്കാക്കുന്നത് പഷ്തൂസിനെയാണ്. പക്ഷേ ഈ നോർത്തേൺ ഏരിയാസ് ഓഫ് അഫ്ഗാനിസ്ഥാനിൽ മെജോറിറ്റിയും താമസിക്കുന്നത് നോൺ പഷ്തു വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഈ ബഗ്ലാൻ പ്രൊവിൻസിന്റെ കേസിൽ അവിടുത്തെ മെജോറിറ്റി പോപ്പുലേഷന് താജിക്സും അതുപോലെ തന്നെ ഉസ്ബെക്സ് അല്ല ഹസാറാസും ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, താജിക് ആൻഡ് ഹസാറ മെജോറിറ്റിയാണ് ബഗ്ലാൻ പ്രൊവിൻസിലുള്ളത്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 എത്നിക് കമ്മ്യൂണിറ്റീസ് ആണ്. ഒന്ന് ഏറ്റവും വലുതാണ് പഷ്തു എന്ന് പറയുന്നത്, പിന്നുള്ള പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് താജിക് ആണ്, പിന്നെ അതുപോലെ തന്നെ ഉസ്ബെക്ക്, ഹസാറ എന്നീ കമ്മ്യൂണിറ്റികളും കൂടി അഫ്ഗാനിസ്ഥാനിൽ ജീവിക്കുന്നുണ്ട്. അതിനകത്ത് ഈ ബഗ്ലാൻ പ്രൊവിൻസിന്റെ കേസിൽ ഇതൊരു താജിക് ആൻഡ് ഹസാറ മെജോറിറ്റി പോപ്പുലേഷനാണ് ഈ പ്രൊവിൻസിലുള്ളത് എന്ന് മനസ്സിലാക്കുക. അതായത് പഷ്തൂസ് ഒക്കെ അവിടെ ഒരു മൈനോറിറ്റി ആണെന്ന് അറിഞ്ഞു. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിന് അത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.